ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ ഇറങ്ങി 11 ദിവസങ്ങൾ പിന്നിടുകയാണ്. 11ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു മാജിക് ഫിഗറിലേക്ക് എത്താൻ നിങ്ങളേവരെയും ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തു തരണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇവിടെ 663ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 43,000-ന് മുകളിലുള്ള ആളുകളാണ് സിനിമ കണ്ടതായി പറയുന്നത്. ഇന്ന് ശരിക്കും സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു ഇടിവ്, ഒരു ഞായറാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ദിവസത്തേക്കുള്ള ഇടിവ് നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികം മാത്രമായുള്ള ഇടിവാണ്. ഇന്നലെ ഏകദേശം 954 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1,18,000-ന് മുകളിലുള്ള ജനങ്ങൾ കാണുകയും 45% ഒക്യുപ്പൻസിയിലും സിനിമ നേടിയത് 1,83,00,000 രൂപയായിരുന്നു. അതായത് ഇന്നലെ 2.5 കോടിക്ക് മുകളിലായിരുന്നു കേരള കളക്ഷൻ മാത്രമായി വന്നത്. ഇന്ന് അതേ സമയത്ത് 663 ഷോകൾ മാത്രമാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനിയും കിടക്കുന്നു സിനിമകൾ, ഇനിയും ഷോകൾ ട്രാക്ക് ചെയ്യാനായിട്ട്. ഇതിനോടകം 43,000-ന് മുകളിലുള്ള ആളുകളാണ് സിനിമ കണ്ടതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ 24% ഒക്യുപ്പൻസിയും. ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ പ്രകാരം ഗ്രോസ് നേടിയിരിക്കുന്നത് 68 ലക്ഷം രൂപയാണ്. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ട്രാക്കേഴ്സ് മുഖാന്തരം തന്നെ 1,10,00,000 രൂപയോളമായിരിക്കും. അതായത് നമുക്ക് ഒരു 1,50,00,000 രൂപയ്ക്ക് മുകളിലായിരിക്കും ഇന്നത്തെ കളക്ഷൻ. അതായത് ഈ ഒരു 11 ദിവസങ്ങളിലും ആദ്യമായിട്ട് സിനിമ 2 കോടിക്ക് താഴെ പോകുന്ന ആദ്യ ദിനമാവുകയാണ്. സ്വാഭാവികം മാത്രമാണ് ആ ഒരു ഇടിവെന്ന് തന്നെ പറയാം. ബാക്കി എല്ലാ സിനിമകളെയും ബാധിക്കുന്ന പോലെ ഈ സിനിമയ്ക്കും കേരളത്തിൽ ഇങ്ങനെ ഒരു ഇടിവുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം ഇന്ന് കളക്ഷൻ കൂടുന്ന കാര്യങ്ങളാണ്. അതായത് ഇവിടെ ഓരോ കാര്യങ്ങൾ റിവേഴ്സ് ഗിയറിൽ പോകുമ്പോൾ അവിടെ നേരെ തിരിച്ചാണ് എന്ന് തന്നെ പറയാം. ആദ്യ ദിനം 20,000 രൂപയിൽ നിന്ന് തുടങ്ങിയ സിനിമ ഇന്നലെ 1 കോടിയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തെങ്കിൽ ഇന്ന് 2 കോടിയോളം നേടും എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ഒക്കെ കൂടുകയും അതുപോലെ തന്നെ 500-ന് മുകളിലുള്ള ഷോകൾ ചാർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇന്നത്തേക്ക്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു സിനിമ അവിടെ വലിയ രീതിയിൽ കുതിച്ചുയരുന്ന ഒരു കാര്യം. ഇന്നലെ മാത്രമായി സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 6 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്ന കളക്ഷനിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ 28 കോടിക്ക് അടുത്ത് എന്നുള്ള ആ ഒരു കണക്കാണ് ഇതിനകത്തിൽ വന്നിരിക്കുന്നത്. അതായത് 28,85,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നത്. അതായത് സിനിമ 36 കോടിക്ക് മുകളിലാണ് കേരള ട്രാക്ഡ് കളക്ഷൻസായിട്ട് കാണാൻ ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ സിനിമ ഇതിനോടകം തന്നെ 75 കോടി എത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെ പറയുന്നു. ട്രാക്കേഴ്സ് ഇന്നലത്തെ കളക്ഷൻ വെച്ച് അവർ പറയുന്നു 70 കോടി എത്തിയെന്നാണ്. തീർച്ചയായും ഇന്നത്തെ കളക്ഷനോടെ അവരും പറയും 73-74 കോടി. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കുന്നത് 75 കോടിക്ക് മുകളിലാണ്. ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഗംഭീരമായിട്ട് പോവുകയാണെങ്കിൽ സിനിമ തീർച്ചയായും വലിയ താമസമില്ലാതെ 100 കോടിയിലേക്ക് ടച്ച് ചെയ്യും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.